നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് മലയോര ജനത ഒന്നടങ്കം. വന്യമൃഗങ്ങളിൽ നിന്ന് നേരിടുന്ന ഭീഷണി മറികടക്കാനായി നിരവധി മാർഗങ്ങൾ അവർ തേടുന്നുണ്ട്. പക്ഷേ പലതും അവർക്ക് തന്നെ കെണിയായി മാറുന്നു. അങ്ങനെ ഒരാളെ കാണാനുള്ള യാത്രയിലാണ് പേപ്പാറ കുടുംബിയിലേക്ക്. നമുക്ക് കാണാനുള്ളത് ശ്രീധരൻ കാണിയെയാണ്. ശ്രീധരൻ കാണിക്ക ഒരു പോരാട്ടത്തിൻ്റെ അതിജീവനത്തിൻ്റെ കഥ പറയാനുണ്ട്. എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത്? മൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടി ഈ കെണിപ്പടക്ക് എന്ന് പറഞ്ഞ സംഭവം ചെയ്യുന്ന സമയത്തിനായിരുന്നു പടക്ക് പൊട്ടി കൈ പോകുന്നത്. 8 ദിവസം മൃഗക്കുളയിൽ കിടന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ വിചാരിച്ചു കുറച്ച് കൃഷിപ്പണിയൊക്കെ ചെയ്യാം എന്നുള്ള ഒരു മനസ്സിലൊരു ഐഡിയ തോന്നിയതിന് ശേഷമാണ് കൃഷിപ്പണിയിലോട്ടൊക്കെ ഇറങ്ങിയത്. ഇപ്പം കസ്തൂരി മഞ്ഞയുണ്ട്, കോലഞ്ചിയുണ്ട്, കുറച്ച് വായയുണ്ട്. ആന കുറച്ച് വലിച്ചു കളഞ്ഞ്. അവിടുത്തെ പണികളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ ഉപ്പയി പിന്നെ സ്വന്തമായിട്ടും ചെയ്യും. എൻ്റെ പറ്റാത്ത പണി കൂലിക്ക് ആൾ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. റബ്ബറൊക്കെ വെട്ടാൻ പറ്റും? റബ്ബർ വെട്ടാൻ പറ്റും, പാലെടുക്കാൻ പറ്റും. പിന്നെ സീറ്റ് അടിക്കാൻ മാത്രമേ ഒറ്റയ്ക്ക് പറ്റാതെ ഉള്ളൂ. പിന്നെ ഭാര്യയും ഞാൻ കൂടെ സീറ്റ് അടിക്കും. അതിനിടയ്ക്ക് ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചായിരുന്നില്ലേ? ഒരലത്തണൽ എന്ന് പറഞ്ഞൊരു സിനിമ. അശോകനാഥ് സാറും സന്ദീപ് സാർ തന്നെ അന്ന് കണ്ടിരുന്നു. എൻ്റെ കേട്ട് ഇങ്ങനെ ഒരു അവസരം തന്നാൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ സാർ തന്നാൽ ഞാൻ ചെയ്യാം. നല്ല കൃഷി അവാർഡ് വാങ്ങിയിട്ടുണ്ട്, നല്ല കർഷകൻ്റെ. അവർ സുനിൽകുമാർ സാറാണ് തന്നത്. തൃശ്ശൂർ വെച്ചായിരുന്നു ഈ അവാർഡ് തന്നത്. ഇതിപ്പോൾ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാകും 2 കൈയുമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടി എന്ന്. സ്വാഭാവികമായി എനിക്കും ആദ്യം തോന്നിയ സംശയം അതാണ്. റബ്ബർ വെട്ടുന്ന കത്തിയാണിത്. ഇത് എൻ്റെ കണക്കിന് പ്ലാസ്റ്റിക്കിൽ വെച്ച് എൻ്റെ കണക്കിന് ഇത് ചെയ്തിരിക്കുന്നതാണ്. സ്വന്തം ഐഡിയ. ഇത് ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഈ നാട്ടിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്യുന്നത്. 1700 രൂപയാണ് ഈ സാധനം എൻ്റെ കണക്കിന് ചെയ്തെടുക്കണമെങ്കിൽ. ഇങ്ങനെയൊക്കെയുള്ള എനിക്ക് വെട്ടാനും മുറിക്കാനുള്ള സാധനങ്ങളാണ്. ഇങ്ങനെ വെട്ടി മുറിക്കാൻ പറ്റും. കൃഷിപ്പണികളിലെല്ലാം എൻ്റെ കണക്കിനുള്ള അറേഞ്ച്മെൻറ്റ് പണി സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കൃഷിപ്പണികൾ ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രത്യേകം സാധനങ്ങൾ എൻ്റെ കണക്കിന് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ കണക്കിനല്ല, എൻ്റെ കണക്കിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. തെങ്ങി കയറാനുള്ള ശ്രമമുണ്ട്. എൻ്റെ മെഷീൻ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് BP വന്നപ്പം ചെറിയൊരു ഡൗട്ട് പറ്റി. അതിന് ശേഷമാണ് തെങ്ങി കയറാനുള്ള അത് ഞാൻ നിർത്തി വെച്ചിരിക്കുന്നത്. കൈ ഇല്ലെങ്കിലും ശ്രമിച്ച് നടക്കാത്ത ഒന്നുമില്ല. എല്ലാ കാര്യവും നടക്കും. കൈയുള്ള ആൾ ചെയ്യുന്നതിനേക്കാളും നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. മനസ്സ് വയ്ക്കണം. പ്രതിസന്ധികളൊക്കെ ഒരുപാടുണ്ടാകാം. പക്ഷേ തോൽക്കാൻ തയ്യാറല്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അതിനപ്പുറത്തൊന്നുമില്ല. പേപ്പാറ കുമ്പടിയിൽ നിന്നും നെല്ലേമുരുകനൊപ്പം അമൽത്തേനം പറമ്പിൽ, മാതൃഭൂമി.